ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിപ്പോൾ ഉള്ള കുറ്റിയാടിയാണ് കേട്ടോ. അപ്പം ഇവിടെ ഫ്ലോർ ചെയ്യാൻ വന്നാണ്ടില്ല നിങ്ങൾ. ഇവിടെ ഫ്ലോർ ചെയ്യുമ്പോൾ ഈ കട്ടില ഇങ്ങനെ ഗ്യാപ്പായിട്ട് കിടക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഇതിന് ക്ലെയിം പിടിക്കില്ല. അടിഭാഗത്ത് ക്ലെയിം ഇടാത്തത് കൊണ്ട് തള്ളിപ്പോകുന്നതാണ്. ഇങ്ങനെ പലയിടത്തിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഞങ്ങൾ പരിഹരിച്ചിട്ടാണ് നമ്മൾ ടൈലിൻ്റെ വർക്ക് ചെയ്യാറ്. കാരണം നമ്മൾ ടൈൽ വെച്ച് പോയി കഴിഞ്ഞാൽ ഇതൊന്നും ചെയ്യാനാവില്ല. പിന്നെ അതിൽ രണ്ടളവായിരിക്കും മേലെയും താഴെയോ. പിന്നെ ആശാരിമാർ വന്ന് ചിപ്പ് ചെയ്തെടുത്ത് ഒരുപാട് പണിയാണ്. അതുമല്ല പിന്നെ എല്ലാവരും ഇങ്ങനെ ശ്രദ്ധിക്കണം എന്നില്ല. ഞാൻ ശ്രദ്ധിക്കുന്നത് നല്ല പറഞ്ഞു വരുന്നത്. ഇത് പറയാൻ കാരണം വെച്ചാൽ ഇങ്ങനെയുള്ള കട്ടിലകൾ വെക്കുന്ന നേരം നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലേമ്പ് ഉപയോഗിച്ചിട്ട് മാത്രമേ വെക്കാൻ നിൽക്കാവൂ. കാരണം ഇതൊക്കെ രണ്ടാം പണിയാണ് കേട്ടോ. അപ്പോൾ ഈ സൈറ്റിൽ വെൽഡിങ്ങിൻ്റെ കമ്പി ബാക്കിയുള്ളതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തിട്ട് ഇത് നല്ല രീതിയിൽ ഫിനിഷ് ചെയ്ത് കൊടുത്തേക്ക്, മുറിച്ച് അടിച്ച് കാറ്റി അടിയിലൊക്കെ പൊട്ടിച്ച് എല്ലാം ക്ലിയർ ആയി കൊടുത്തേക്ക്. അപ്പോൾ നമ്മളെന്നാൽ ഇതിൽ നിന്ന് ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ പല വീട്ടുകാരോട് ചോദിച്ചാൽ പോലെ പറയാൻ വെച്ചാൽ പണിക്കാർ പറഞ്ഞെങ്കിൽ ക്ലേമ്പിൻ്റെ ആവശ്യമൊന്നുമില്ല, അങ്ങനെ ഇങ്ങനെയാണ് പണിക്കാർ പറയുന്നതല്ല. നിങ്ങളതാണ് വീട്. ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ മഴക്കാലത്ത് മരം വെള്ളം കുടിക്കും. അതുപോലെ വേനൽക്കാലത്ത് മരം എന്ത് ചെയ്യും, ചുരുങ്ങാനും സാധ്യതയുണ്ട്. അപ്പോൾ തേപ്പുമ്പോൾ എന്തായാലും മരം വിട്ടുപോകും. അപ്പോൾ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. ക്ലേമ്പ് നിർബന്ധമാണ്. അപ്പോൾ ക്ലേമ്പ് ഉപയോഗിച്ച് മാത്രം ചെയ്യുക. ഇത് പലപ്പോഴും ഞാളെന്നെ ശ്രദ്ധിച്ചോളണമെന്നില്ല. വെച്ച് ടൈല് വെച്ച് ഞാൾ പോകും, പിന്നീട് പറഞ്ഞിട്ട് കാര്യമില്ല.